സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ NIA റെയ്ഡ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന. തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമയുടെ വണ്ടൂർ പുതിയക്കുന്നിലെ ഭാര്യ വീട്ടിലുമാണ് മലപ്പുറത്ത് NIAയുടെ പരിശോധന നടക്കുന്നത്. കണ്ണൂരിലെ ചെറുപുഴ, ചിറ്റാരിക്കൽ സ്റ്റേഷൻ പരിധികളിലും പരിശോധന നടക്കുന്നു. കോഴിക്കോട് എരഞ്ഞിമാവ് സ്വദേശി ഹാരിസിന്റെ വീട്ടിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുകയാണ്. ശിവദാസ് കന്മനവും അനഘ ഹർഷനും വിശദാംശങ്ങൾ നൽകും. ആദ്യം മലപ്പുറത്തേക്കാണ് പോകുന്നത്. ശിവദാസ് അവിടെ തയ്യാറാണ്. ശിവദാസ്, ഈ മലപ്പുറത്ത് ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണോ ഈ സംസ്ഥാനത്തൊട്ടാകെ പരിശോധന നടക്കുന്നത്? മലപ്പുറം ജില്ലയിൽ എവിടെയൊക്കെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഗൗതം, ഇന്ന് രാവിലെ മുതലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ മലബാറിലെ മറ്റ് ചില ജില്ലകളിലും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് NIA കേസ് ഏറ്റെടുത്തതും ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ നടക്കുന്നതും. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലും അതോടൊപ്പം തന്നെ വണ്ടൂരിലുമാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിൽ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരേ സമയങ്ങളിൽ തന്നെയാണ് പരിശോധന. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നത്. അതായത് ഫെബ്രുവരിയിൽ ഒരു ഗോഡൌണിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ലോറിയിൽ ഉള്ളിച്ചാക്ക് കൊണ്ടുവന്ന് അതിന് അടിയിലായി ജലാറ്റിൻ സ്റ്റിക്കുകൾ വൻതോതിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവന്നു. ഈ സംഭവം അന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് വൻതോതിൽ തന്നെ ജലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ഇത് NIA ഏറ്റെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ അത്തരത്തിൽ തണ്ണിമത്തൻ കൊണ്ടുവന്ന ലോറിയിലും ഈ രീതിയിൽ തന്നെ ജലാറ്റിൻ സ്റ്റിക്കുകൾ, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു. ഈ സംഭവത്തിലൊക്കെ തന്നെ NIA കേസെടുത്തിട്ടുണ്ട്. കാരണം വലിയൊരു അളവിലായിരുന്നു ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത്. ആ സംഭവത്തിലാണ് അതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിലാണ് ഇപ്പോൾ NIA പരിശോധനകൾ നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിലെ ഒരു ഗോഡൌണിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ലോറി ഉടമയുടെ ഭാര്യയുടെ വീട് വണ്ടൂരാണ്. ആ വണ്ടൂരിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ പരിശോധന നടക്കുന്നു. കാരണം ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ട്. ഈ ഗൂഢസംഘങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യമൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മലപ്പുറത്ത്, വണ്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുകയാണ്. കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും പോകേണ്ടതുണ്ട്. കോഴിക്കോട് അനഘ ഹർഷൻ വിശദാംശങ്ങൾ. നമുക്ക് കോഴിക്കോടേക്ക് എത്തുന്നതിന് മുമ്പ് കണ്ണൂരിലേക്ക് പോകാം. മിഥുൻ പിള്ളയാണ് അവിടെ നിന്നും ചേരുന്നത്. മിഥുൻ, ഈ കണ്ണൂരിൽ എവിടെയൊക്കെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ്? ഇത് നേരത്തെ ഈ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് ലോറിയിൽ മറ്റും ജലാറ്റിൻ സ്റ്റിക്കുകളും എത്തിച്ച അതേ വിഷയത്തിൽ തന്നെയാണോ ഈ കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും ഈ റെയ്ഡ് നടക്കുന്നത്? കണ്ണൂരിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ NIAയുടെ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു? എവിടെയൊക്കെയാണ് പരിശോധന? ഗൗതം, കണ്ണൂരിൽ ഒരിടത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതായത് കണ്ണൂർ ജില്ലയുടെ കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനാണ്. അവിടെയാണ് ഇപ്പോൾ NIAയുടെ റെയ്ഡ് നടന്നത്. അതിരാവിലെ എത്തി NIA സംഘം റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഗവർണർ സൂചിപ്പിച്ച പോലെ മലപ്പുറത്ത് ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് NIA സംഘം ഇവിടെ എത്തുകയും ഇത്തരം ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. അന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ ഈ കണ്ണൂർ ചെറുപുഴ സ്വദേശിയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അയാളുടെ വീട്ടിലടക്കമാണ് പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധനാ സമയം ഇയാൾ ഉണ്ടായിരുന്നില്ല. അയാൾ നിലവിൽ അവിടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരിടത്താണ് പരിശോധന നടത്തിയിരുന്നത്. ആ പരിശോധന പൂർത്തിയാക്കി NIA സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ മിഥുൻ, മലപ്പുറത്തും അതോടൊപ്പം തന്നെ കണ്ണൂരിലെയും വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട്ടേക്ക് കൂടി പോകേണ്ടതുണ്ട്. കോഴിക്കോട് വിവിധയിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുകയാണ്. ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റെയ്ഡുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അനഘ ഹർഷനാണ് കോഴിക്കോട്ടെ വിശദാംശങ്ങൾ നൽകുന്നത്. അനഘ, ഇത് ഏത് വിഷയത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് അറിയുവാൻ വളരെയധികം താല്പര്യമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, PFI പോലെയുള്ള ഭീകര സംഘടനയുടെയൊക്കെ നിരോധനത്തിന് തൊട്ട് മുൻപ് കേരളത്തിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ അന്ന് നടന്ന പരിശോധനയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ മലപ്പുറത്തെയും കണ്ണൂരിലെയും വിശദാംശങ്ങൾ ലഭ്യമായി. കോഴിക്കോട് നടക്കുന്ന റെയ്ഡിന്റെ അടിസ്ഥാനം എന്താണ്? എവിടെയൊക്കെയാണ് NIAയുടെ റെയ്ഡ് കോഴിക്കോട് നടക്കുന്നത്?
ഗൗതം, ഈ കഴിഞ്ഞ മാസമാണ് ഈ മലപ്പുറത്ത് കൊണ്ടോട്ടയിൽ വെച്ച് ഒരു ഉള്ളി ലോറി പിടിക്കപ്പെടുന്നത്. ഈ ലോറിയിൽ സ്ഫോടക വസ്തുക്കളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം കോഴിക്കോടേക്ക് കൂടി, എൻഐയുടെ പരിശോധന കോഴിക്കോടേക്ക് കൂടി എത്തുന്നത്. ആ കേസിൽ പ്രധാനമായും 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേരും അറസ്റ്റിലായിട്ടുണ്ട്, എൻഐയുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് എൻഐയെ പറയുന്ന ആളാണ് ഈ ഹാരിസ്. എരഞ്ഞിമാവ് സ്വദേശിയായിട്ടുള്ള ഈ ഹാരിസിന്റെ വീട്ടിലാണ് ഇപ്പോൾ എൻഐഎ സംഘം പരിശോധിക്കുന്നത്. വീട്ടിലും ഹാരിസിന്റെ സ്ഥാപനങ്ങളിലും ഹാരിസിന് ഒരു കോറിയുണ്ട്. ഇവിടങ്ങളിലാണ് ഇപ്പോൾ എൻഐഎ സംഘം പരിശോധന നടത്തുന്നത്. ഈ എരഞ്ഞിമാവിൽ തന്നെയാണ് ഈ ഹാരിസിന്റെ വീടുള്ളത്. ഈ എരഞ്ഞിമാവിൽ പ്രവർത്തിക്കുന്ന എക്സലക്സ് ബ്രിക്സ് കട, ഇവിടെയാണ് പരിശോധന നടത്തുന്നത്. അതുമാത്രമല്ല, ഈ രാവിലെ തന്നെ പരിശോധന തുടങ്ങിയിരുന്നു. 10 വണ്ടി എൻഐഎ ഉദ്യോഗസ്ഥരാണ് ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ കമ്പനിയിൽ പരിശോധന നടത്തുന്നത്. ഈ 6 പ്രതികളും പിടിയിലായിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന ഈ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ 6 പ്രതികൾ ഈ കേസിൽ പിടിയിലായിട്ടുണ്ടെങ്കിലും അതിൽ ഈ എരഞ്ഞിമാവിൽ സ്വദേശിയായിട്ടുള്ള ഹാരിസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഹാരിസ് ഇപ്പോഴും ഒളിവിലാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഹാരിസിന്റെ വീട്ടിലും അതുപോലെ ഹാരിസിന്റെ കോഴിക്കോട്ടെ വിവിധ സ്ഥാപനങ്ങളിലുമൊക്കെ എൻഐയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. ഈ സ്ഥാപനത്തിലുള്ള ജോലിക്കാരെയും അതുപോലെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് രേഖകളും ഒക്കെയാണ് എൻഐ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ സ്ഥാപനത്തിലെ ജോലിക്കാരെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭീകരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഈ കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ 2 മാസം മുൻപ് കണ്ടെത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഐയുടെ പരിശോധന കോഴിക്കോട്ടേക്കും എത്തിയിരിക്കുന്നത്. ഇപ്പോഴും എൻഐ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. ഗൗതം.